ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ദിവാലി സ്വീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ കടലമാവും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടാണ് പേട ഉണ്ടാക്കുന്നത്. പക്ഷെ കടലമാവിന്റെ കൂടെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർത്താൽ ഫ്ലേവർ കൂടും. അപ്പൊ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതായത് തേങ്ങ ചിരകിയത് ഒരു പാനിലിട്ട് ചൂടാക്കി അതിന്റെ ഈർപ്പം ഒന്ന് കളഞ്ഞെടുത്താൽ മതി. കളർ ഒന്നും മാറരുത്, ജസ്റ്റ് അതിന്റെ മോയ്സ്ചർ മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അതിന്റെ കൂടെ തന്നെ 1 കപ്പ് പാല്, വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫുൾ ഫാറ്റ് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ ഇങ്ങനെ. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് വേണ്ടത് 1 കപ്പ് കടലമാവാണ്. അത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. പിന്നെ ഇങ്ങനെ അരിക്കുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഇത് മിക്സ് ആവാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന കടലമാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നെയ്യിൽ കടലമാവ് ചേർത്തപ്പോൾ തന്നെ ഒരു പച്ച മണം വരുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, കടലമാവിന്റെ ആ ഒരു പച്ച മണം വരും. അത് പോകുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. ആദ്യം ഇതിങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ വെന്ത് ആ നെയ്യിൽ നന്നായിട്ട് മിക്സ് ആവുമ്പോൾ ഇതൊന്ന് കുഴഞ്ഞു വരും. ആ സ്റ്റേജ് ആകുന്ന വരെ മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കും. അതുവരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തോണ്ടിരിക്കുക. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. കണ്ടോ, ഇപ്പൊ ഒരു മോയ്സ്ചർ വരുന്നുണ്ട്. കടലമാവ് അബ്സോർബ് ചെയ്ത ആ നെയ്യൊക്കെ വിട്ടു വരുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ക്രീമി പരുവമായിട്ടുണ്ട്. എല്ലാം യോജിച്ച് അതിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക. കടലമാവിന്റെ പച്ച ടേസ്റ്റ് മാറി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പഞ്ചസാര ഇടാവൂ. പഞ്ചസാര ഇടുമ്പോൾ ആദ്യം ഡ്രൈ ആയിട്ടിരിക്കും. അതൊന്ന് ഉരുകി വരുമ്പോൾ എല്ലാം യോജിച്ചു വരും. ഇപ്പൊ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പാലും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം യോജിച്ചു വരും. കണ്ടോ, ഇപ്പൊ അതിന്റെ ടെക്സ്ചർ ഒക്കെ മാറി നല്ല ക്രീമി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാവണം. പിന്നെ കുറച്ച് കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഉരുട്ടി നോക്കുക. ഷേപ്പായി വരുന്നുണ്ടെങ്കിൽ ഇത് റെഡിയായി. അപ്പൊ ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ചൂടാറിയിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പൊ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പാക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പാക്കി എടുക്കുക. കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഭംഗിക്ക് വേണ്ടി നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർമൽ ബേസൻ പേടയെക്കാളും ആ ഒരു കോക്കനട്ട് ഫ്ലേവർ വരുമ്പോൾ കുറച്ചുകൂടെ റിച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് പറയുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്ത നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.